മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ വർത്തമാന പുസ്തകം പാഠവും പൊരുളും ഒരു ചരിത്ര വിചാരമാണ് നമ്മൾ നടത്തുക. വളരെ മനോഹരമായ 25 ക്ലാസ്സുകൾ പൂർത്തീകരിക്കപ്പെട്ടു. തമ്പുരാൻ്റെ വലിയ കൃപ നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ 28-ാം പാഠമാണ് പഠന വിധേയമാക്കുക. വർത്തമാന പുസ്തകത്തിലെ 162 മുതൽ 168 വരെയുള്ള പേജുകളിലാണ് ഇത് കടക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുമല്ലോ, കഴിഞ്ഞ ദിവസം ക്ലാസ് ഇട്ടപ്പോൾ യൂട്യൂബിലൊരു കമൻ്റായിട്ട് സൂചിപ്പിച്ചിരുന്നു, അതിൻ്റെ അധ്യായമൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറയണമെന്ന് പറഞ്ഞ്. ഒരു പക്ഷേ ക്ലാസ് നല്ലതുപോലെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്കറിയാം. ആദ്യം മുതലേ പറഞ്ഞിരുന്നു, വർത്തമാന പുസ്തകം പാറേമാക്ക ഗോവർണോദോരുടെ വർത്തമാന പുസ്തകം ജോൺ മാലിയേക്കൽ പ്രൊഫസർ ഭാഷാന്തരം വരുത്തിയ ഏറ്റവും പുതിയ പുസ്തകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2025 ആഗസ്റ്റിൽ റീപ്രിൻ്റ് ചെയ്ത ഏറ്റവും പുതിയ പുസ്തകത്തിൻ്റെ പേജ് നമ്പരും ഒക്കെയാണ് പറയുക. പേജ് നമ്പർ പഴയ പുസ്തകങ്ങളാണെങ്കിൽ പോലും പേജ് നമ്പർ മാറിയാൽ പോലും പാദം ഒരിക്കലും മാറില്ല. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പാദവും പേജ് നമ്പരും പറയുന്നത്. അത് ഒന്നും കൂടി ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് പല എഡിഷൻസ് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുള്ളതിനാൽ ഏറ്റവും പുതിയ എഡിഷൻ ഉപയോഗിച്ചുകൊണ്ട് മലയാളം അത്യാവശ്യം കുറച്ചും കൂടി നമുക്ക് പുതിയ മലയാളത്തിലേക്ക് ഭാഷാന്തരം വരുത്തിയിട്ടുള്ള ജോൺ മാലിയേക്കൽ സാറ് ഭാഷാന്തരം വരുത്തിയിട്ടുള്ള പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ പഠനങ്ങൾ നടത്തുക. അതിൻ്റെ പേജാണ് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം. ഈ പഴയ പുസ്തകത്തിലാണെങ്കിൽ പോലും പേജ് നമ്പർ മാറിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളുണ്ടാവാം പേജ് നമ്പറിൽ. എങ്കിൽ പോലും പാദത്തിന് മാറ്റം ഉണ്ടാവില്ല. പാദം എന്ന് പറയുന്നത് അധ്യായമാണ്. ചാപ്റ്റർ എന്നവർ പറയുന്നത് ചാപ്റ്റർ അധ്യായമായിട്ടിടണമെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ പാദം എന്ന് പറയുന്നത് അധ്യായമാണ്. പുസ്തകം എടുക്കുമ്പോൾ പാദം 1-ാം പാദം 2-ാം പാദം 3-ാം പാദം എന്ന രീതിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് നമ്മൾ പാദം എന്ന് തന്നെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അധ്യായം 1-ാം അധ്യായം 2-ാം അധ്യായം 3-ാം അധ്യായം എന്ന് പറഞ്ഞു പോകാമായിരുന്നു. എങ്കിൽ പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം പറയുന്നത്. ചിലരുടെ ഇരിക്കുന്ന പഴയ പുസ്തകമായിരിക്കാം, അത് തന്നെ ഫോളോ ചെയ്തുകൊള്ളുക, കുഴപ്പമില്ല. എങ്കിലും ഈ ഒരു കാര്യം പാദത്തിൻ്റെ പേരുകൾ ഒന്ന് പ്രത്യേകമായിട്ട് ഓർക്കുമല്ലോ. പാദം എന്ന് പറയുന്നത് അധ്യായം തന്നെയാണ് എന്ന കാര്യം ഓർക്കണം. ഒരു നിമിഷം പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈശോയെ, കൂടുതൽ തീക്ഷ്ണതയോടെ ഞങ്ങളുടെ സഭയെ കൂടുതൽ മനസ്സിലാക്കുവാനും പൂർവികരുടെ കൂടുതൽ അധ്വാനങ്ങൾ, കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിന്ന് പറയുന്നു. ഈ വർത്തമാന പുസ്തകത്തിൻ്റെ പാഠങ്ങൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ തീക്ഷ്ണതയോടെ, കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ ശ്രദ്ധയോടെ ഈ ക്ലാസ്സുകളിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപയും അനുഗ്രഹം നൽകണമേ. കഴിഞ്ഞ 26 ദിവസങ്ങളിൽ തീക്ഷ്ണതയോടെ ഞങ്ങൾ പ്രാർത്ഥനയിലും പഠനത്തിലുമായിരുന്നു. ആ വലിയ അനുഗ്രഹം ഇനിയും മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശുദ്ധിപ്പെടുത്തണമേ. സഭയെ ധീരമായി നയിച്ച പൂർവികരെ പോലെ സഭയുടെ സ്നേഹചൈതന്യത്തിൽ ധീരതയോടെ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. മാറിയൂസേപ്പേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 28-ാം പാഠമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. പേജ് നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു. ജോൺ മാലിയേക്കൽ സാർ എഴുതിയ ഭാഷാന്തരം നടത്തിയ പുസ്തകത്തിലെ 162 മുതൽ 168 വരെയുള്ള പേജുകളിൽ നിന്നാണ് നമ്മുടെ ക്ലാസ്സുകൾ നടത്തുക. 28-ാം പാഠം. പാറേമാക്കൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 28-ാം പാഠത്തിൽ ബയ്യ തുറമുഖത്തെക്കുറിച്ചും
അവിടെ യാത്രികർക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടിരുന്നു, ഭൂമിശാസ്ത്രമായ പ്രശ്നം കാരണവും ആഫ്രിക്കൻ ബെൻഗല തീരത്ത് വെച്ച് കപ്പൽ യാത്രക്കുണ്ടായ ദുരനുഭവങ്ങളും, പ്രത്യേകിച്ച് പനി പിടിക്കുന്നു. അങ്ങനെ കപ്പൽ നിയന്ത്രിക്കേണ്ട കപ്പിത്താന്മാർക്കും മറ്റുള്ള തൊഴിലാളികൾക്കും അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായതിനാൽ മുതലാളിമാർ തന്നെ കപ്പലിൻ്റെ പായ വലിക്കുകയും അങ്ങനെ ചെയ്ത വസന്തപ്പനി, തെക്കൻ പനിയൊക്കെ പിടിച്ച് 10-15 പേര് മരിക്കുകയും 49 പേര് കടപ്പിലാവുകയും ചെയ്ത കാര്യമൊക്കെ ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ കേട്ടതാണ്. അങ്ങനെ ആ യാത്ര ഗതി മാറി അമേരിക്കയിലെ ബയ്യ എന്ന തുറമുഖത്തേക്ക് പോകാനായിട്ട് നിർബന്ധിതനായി എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നാം കാണുന്നത് ആ ബയ്യ തുറമുഖത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ വിവരിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ബയ്യായുടെ ശാസ്ത്രപരമായ ഒരു സ്ഥാനത്തെക്കുറിച്ചാണ്. ഭൂഗോളത്തിൻ്റെ മറുപുറത്തുള്ള അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ 13-ാം അക്ഷാംശരേഖയിലാണ് സകല വിശുദ്ധരുടെയും മടിത്തട്ട് എന്നറിയപ്പെടുന്ന ബയ്യ നഗരം സ്ഥിതി ചെയ്യുന്നത്. കടൽ തീരവും മലനിരകളും ചേർന്ന തന്ത്രപരമായ ഒരു ഭൂപ്രകൃതിയാണ് അവിടെയുള്ളത്. താഴ്ന്ന പ്രദേശത്ത് തുറമുഖവും ചരക്ക് പുരകളും സ്ഥിതി ചെയ്യുമ്പോൾ കുന്നിൻ മുകളിൽ സുരക്ഷിതമായ കോട്ടകളും ഗവർണറുടെ ഗോപുരവും പള്ളികളും സ്ഥിതി ചെയ്യുന്നു. ബയ്യ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ തുറമുഖത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാര്യം കേൾക്കുമ്പോൾ നമുക്കറിയാം, ഇതൊരു മനോഹരമായ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു നന്മയെക്കുറിച്ചാണ് ഇവിടെ പറയുക. രണ്ടാമതായി പറയുന്നത് പറങ്കികൾ ബ്രസീൽ കൈയടക്കിയ ചരിത്രമാണ്. ബയ്യ എന്ന് പറയുന്നത് പണ്ട് 5 രാജാക്കന്മാരുടെ സംയുക്ത തലസ്ഥാനമായിരുന്നു. കപ്പൽ തകർന്ന് തീരത്തടിഞ്ഞ ഒരു പറങ്കി യുവാവിനെ അന്നത്തെ രാജ്ഞി വിവാഹം കഴിക്കുകയും പിന്നീട് ഇരുവരും പോർച്ചുഗലിലേക്ക് പോവുകയും ചെയ്തു. മരണസമയത്ത് മക്കളില്ലാതിരുന്ന രാജ്ഞി തൻ്റെ രാജ്യം പോർത്തുഗൽ രാജാവിനു ദാനമായി നൽകി. ഈ അവകാശവാദം ഉന്നയിച്ചാണ് പറങ്കികൾ ബയ്യായും തുടർന്ന് റിയോ ഡി ജനീറോ, പർണബുക്ക തുടങ്ങിയ സ്ഥലങ്ങളും കീഴടക്കി ബ്രസീൽ മുഴുവൻ തങ്ങളുടെ അധികാരത്തിലാക്കിയത്. പറങ്കികൾ എങ്ങനെയാണ് ബ്രസീൽ കീഴടക്കിയതെന്നുള്ളൊരു ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ബ്രസീലിലെ പ്രകൃതി വിഭവങ്ങളും കാലാവസ്ഥയെക്കുറിച്ചും കൂടി നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. യൂറോപ്പിലെ മുന്തിരിയും പേരക്കയും കൂടാതെ കേരളത്തിലുള്ള ചക്ക, മാങ്ങ, തേങ്ങ, കൈതച്ചക്ക എന്നിവയും അവിടെ സമൃദ്ധമായി ലഭിക്കുന്നതാണ്. സ്വർണം, വെള്ളി, രത്നങ്ങൾ തുടങ്ങിയ വിലപിടിപ്പുള്ള ധാതുക്കളുടെ വലിയ ശേഖരവും അവിടെയുണ്ട്. പഞ്ചസാര, തോല്, കരിമ്പ് എന്നിവയാണ് പ്രധാന കയറ്റുമതി ചരക്കുകൾ. അവിടുത്തെ നല്ല കാലാവസ്ഥ കാരണം ഒട്ടേറെ പറങ്കികൾ അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാമല്ലോ, ഈ ചക്കയും മാങ്ങയും തേങ്ങയും കൈതച്ചക്കയും ഒക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുമ്പോഴൊക്കെ, അതുപോലെ പഞ്ചസാരയും തോലും കരിമ്പും ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുമ്പോൾ കാലാവസ്ഥയുടെ ഏകദേശം അവിടുത്തെ ഒരു ഭൂപ്രകൃതിയെക്കുറിച്ചും പ്രകൃതി വിഭവങ്ങളുടെ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഏകദേശം നമ്മുടെ ഒരു നാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. അല്ലെങ്കിൽ അതുപോലെ അത് വളരുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്. നാലാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. തദ്ദേശവാസികളുടെ ജീവിത രീതി. ബ്രസീലിലെ തദ്ദേശീയർ ചുവന്ന നിറമുള്ളവരും പരുക്കൻ മുഖഭാവമുള്ളവരുമാണ്. അവരിൽ ഒരു വിഭാഗം ക്രിസ്തുമതം സ്വീകരിച്ച് പറങ്കികളുമായി ചേർന്ന് ജീവിക്കുകയാണ്. എന്നാൽ മറ്റൊരു വിഭാഗം യാതൊരു നാഗരിക ബന്ധവുമില്ലാതെ കാടുകളിൽ വേട്ടയാടി കഴിയുന്നു. അക്ഷരജ്ഞാനമില്ലാത്തവരാണെങ്കിലും അമ്പും വില്ലും ഉപയോഗിക്കുന്നതിൽ ഇവർ അത്യന്തം നൈപുണ്യമുള്ളവരാണ്. ഇപ്പോൾ ബ്രസീലിൻ്റെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, ഒരു എല്ലാ വിധത്തിലുള്ള ഒരു നാഗരിക രീതിയിൽ ജീവിക്കുന്നവരും അതിൽ നിന്നും വളരെ വിഭിന്നമായി
കാടുകളിൽ അക്ഷരജ്ഞാനമില്ലാതെ ജീവിക്കുന്നു. 2 തരത്തിലുള്ള ഗണം നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കപ്പൽ യാത്രക്കാർ നേരിട്ട പ്രതിസന്ധിയും, അതായത് മൽപ്പാനുമൊക്കെ നേരിട്ട പ്രതിസന്ധിയും മെത്രാപ്പൊലീത്തായുടെ കാരുണ്യവുമാണ്. നമുക്ക് കണ്ട കാര്യമാണ്. കപ്പലിൽ നിന്നും ചരക്കുകൾ വിൽക്കുന്നതിനോ ആളുകൾ ഇറങ്ങുന്നതിനോ കർശനമായ നിരോധനമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മൽപ്പാനൊക്കെ അവരോട് പറഞ്ഞിരുന്നു, അവിടെ കച്ചവടം നടത്തുന്നത് ശ്രദ്ധിക്കണം, അതുപോലെ പണമിടപാടുകളെല്ലാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് കപ്പലിലെ പാതിരി പ്രത്യേകമായിട്ട് അവരെ വിലക്കുകയും പ്രത്യേകം ഉപദേശിക്കുകയും ചെയ്ത കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ കണ്ടതാണ്. അവരോട് ഈ പറയുന്ന അതുപോലെ തന്നെ നമ്മുടെ മൽപ്പാനോടൊക്കെ കപ്പൽ വെച്ച് അത്രയൊരു രസകരമായ രീതിയിലല്ല പാതിരിമാർ അവരൊക്കെ അവരോടൊരു കരുതൽ കാണിച്ചിരുന്നില്ല എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അങ്ങനെ അവർ കരക്കിറങ്ങിയ യാത്രികരെ സഹായിക്കാനായിട്ട് കപ്പലിലെ വികാരിയോ കപ്പുച്ചിൻ പാതിരിമാരോ തയ്യാറായില്ല. അതുതന്നെയാണ് വീണ്ടും നമ്മൾ കാണുക. കപ്പൽ വെച്ചിട്ട് ഒരിച്ചിരി സ്നേഹവും പരിഗണനയൊക്കെ കിട്ടിയെങ്കിൽ പോലും കരക്കിറങ്ങി കഴിഞ്ഞപ്പോൾ യാത്രികരെ സഹായിക്കാനായിട്ട് കപ്പലിലുണ്ടായിരുന്ന വികാരിയോ കപ്പുച്ചിൻ പാതിരിമാരോ തയ്യാറായില്ല. എന്നാൽ ബയ്യയിലെ മെത്രാപ്പൊലീത്തയായ യോക്കീം ബർജിയാദെ വികാരോവ യാത്രികരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും തൻ്റെ അരമനയിൽ താമസിപ്പിക്കുകയും ചെയ്തു. അതൊരു ദൈവികമായ ഇടപെടലാണ്. ഇത് യാത്രികരെ അവഗണിച്ച വികാരി പോലെ പാതിരിയെ ഇവരെയൊക്കെ അത്ഭുതപ്പെടുത്തുകയും ലജ്ജിപ്പിക്കുകയും ചെയ്തു. അതാണതിൻ്റെ മനോഹരമായൊരു നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഒരു പര്യവസാനം, അല്ലെങ്കിൽ യാത്രയുടെ ഒരു പര്യവസാനം എന്ന പോലെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്. കപ്പലിൽ അവരെ അനുഭവപ്പെട്ട ഒരു ബുദ്ധിമുട്ട്, കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു പുതിയ ദേശത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സഹായമോ ഒന്നും അവർ കൊടുക്കാതിരിക്കുന്നു. പക്ഷേ അവിടുത്തെ മെത്രാപ്പൊലീത്ത, ബയ്യയിലെ മെത്രാപ്പൊലീത്ത യോക്കീം ബർജിയ അദ്ദേഹം അവരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. അത് സത്യം പറഞ്ഞാൽ യാത്രികരെ അവഗണിച്ച വികാരി പാതിരിയെ അത് അത്ഭുതപ്പെടുത്തുകയും ലജ്ജിപ്പിക്കുകയും ചെയ്തു. ഇത്ര മനോഹരമായൊരു കാര്യമാണ് നമുക്ക് വർത്തമാന പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കുക. പോർച്ചുഗലിലേക്ക് യാത്ര ചെയ്തവർ പ്രത്യേക സാഹചര്യത്തിൽ ബയ്യയിലെത്തുന്നു. അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ, അവരുടെ ഒരു ജീവിത ശൈലി, എങ്ങനെയാണ് പറങ്കികൾ ബ്രസീൽ കൈവശപ്പെടുത്തിയെന്നുള്ളൊരു ചരിത്രം, ബ്രസീലിലെ പ്രകൃതി വിഭവങ്ങളും കാലാവസ്ഥയെക്കുറിച്ച് നമ്മൾ കണ്ടു, അവരുടെ ജീവിത രീതിയെക്കുറിച്ച് കണ്ടു. അങ്ങനെ മലപ്പാനും സംഘവും ഒക്കെ അവർ ബ്രസീലിൽ എത്തിയപ്പോൾ അവരനുഭവിച്ച അവഗണനയും അതുപോലെ തന്നെ അവിടുത്തെ മെത്രാപ്പൊലീത്തായും ലഭിച്ച പരിഗണനയും, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ഇതിവൃത്തമെന്ന് പറയുക. ഇപ്പോൾ നമ്മളിന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഒരിക്കൽ കൂടി പറയുന്നു, പാഠപുസ്തകം നല്ലപോലെ വായിക്കണം. വർത്തമാന പുസ്തകം പേജ് നമ്പർ 162 മുതൽ 168 വരെയാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം വരുത്തിയ വർത്തമാന പുസ്തകത്തിലെ 2025 എഡിഷൻ്റെ വെച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. സകല വിശുദ്ധരുടെയും മടിത്തട്ട് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ബയ്യ. ബയ്യ നഗരം അമേരിക്കയിലെ എത്രാമത്തെ അക്ഷാംശരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 13ാം അക്ഷാംശരേഖയിൽ. പോർത്തുഗലിലെത്തിയ ബ്രസീൽ രാജ്ഞി സ്വീകരിച്ച ക്രിസ്തീയ നാമം എന്തായിരുന്നു? ദോനാ കീന. രാജ്ഞി തൻ്റെ ഭർത്താവായ പറങ്കി യുവാവിന് നൽകിയ പേരെന്തു? കുറുമാറു. ബ്രസീലിലെ തദ്ദേശവാസികളുടെ ശാരീരിക പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ചുവന്ന നിറം, പരുക്കൻ മുഖം, സൂചി പോലത്തെ മുടി. ബ്രസീലിൽ നിന്നും പോർത്തുഗലിലേക്ക് പ്രധാനമായും കയറ്റി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ ഏവ? സ്വർണം, രത്നങ്ങൾ, പഞ്ചസാര, തടികൾ,
തോൽ തുടങ്ങിയവ. ഭയ്യ നഗരത്തിൽ ഗവർണറുടെ ഗോപുരം എവിടെയാണ് പണിതിരിക്കുന്നത്? കുന്നിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത്. ബ്രസീലിലെ തദ്ദേശവാസികൾക്കിടയിൽ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നത് ഏതു മാനദണ്ഡത്തിലാണ്? അവരിൽ ഏറ്റവും ബലവും കരുത്തുമുള്ള ആളെ തലവനായി സ്വീകരിക്കുന്നു. ചരക്കുകൾ വിറ്റാൽ മരണം ഉറപ്പാണെന്ന് അറിയിച്ചുകൊണ്ട് കപ്പലിൻ്റെ പായ്മരത്തിൽ ബോർഡ് തൂക്കിയത് ആരാണ്? കപ്പിത്താൻ. യാത്രികർക്ക് താമസ സൗകര്യവും കുർബാന ചൊല്ലാൻ അനുവാദവും നൽകിയ ബയ്യായിലെ മെത്രാപ്പൊലീത്തായുടെ പേരെന്ത്? യോക്കീം ബോർജിയ ദെ വികാരോവ. മെത്രാപ്പൊലീത്തായുടെ മുമ്പിൽ തൻ്റെ യോഗ്യത തെളിയിക്കാൻ മൽപ്പാൻ ഹാജരാക്കിയ രേഖകൾ ഏവ? റോമിൽ നിന്ന് ലഭിച്ച ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റുകളും പൗരോഹിത്യ പത്രവും.